ബിഗ് ബോസ് മലയാളം സീസൺ 7 ലൈവ് അപ്ഡേറ്റ്സിലേക്ക് പോകാം. ലൈവില് ആദില പുറത്തായത്, പിന്നെ പുറത്തായത് അനിമോളാണ് ആദില പുറത്തായതിനു ശേഷം ഔട്ടായത്. അനിമോളെ ടാർഗറ്റ് ചെയ്ത് തന്നെയാണ് കേട്ടോ പുറത്താക്കിയത്. നെവിനും പിന്നെ ഷാനവാസും ഒക്കെ കൂടി എറിഞ്ഞിട്ടാണ് അനിമോൾ ഔട്ടായത്. ആദിലയൊക്കെ എല്ലാവരും അറിഞ്ചം പറഞ്ഞു ഏറാണ് ലൈവിനകത്ത്. ആ ഒരു സോഫ്റ്റ് ബോൾ കൈ കിട്ടിയ പിന്നെ ഫുൾ ഇങ്ങനെ എന്തോ ദേഷ്യം തീർക്കാൻ വേണ്ടി എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും എറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഫണ്ണാണ് കണ്ടിരിക്കാൻ കേട്ടോ, രസകരമാണ്. അക്ബറിന്റെ കുറെ നേരമായിട്ട് കയ്യിന്ന് പോകുന്നു ഇങ്ങനെ ആ രീതിയിൽ നിൽക്കുകയായിരുന്നു. കണ്ടുകൊണ്ട് നിൽക്കാൻ തന്നെ ഒരു പ്രയാസമായിരുന്നു. അക്ബറിനെ ആ തത്രപ്പാട് കണ്ടിട്ട് ഒന്ന് വിട്ടിട്ട് പോകും അക്ബറെ എന്ന് പറയാൻ തോന്നിപ്പോയി. ആ ലെവല് തത്രപ്പാടായിരുന്നു. അതും അവിടെ നിൽക്കുന്ന 6 എണ്ണത്തിനാണെങ്കിൽ അക്ബറിനെ അങ്ങ് തോപ്പിക്കാഞ്ഞിട്ട് അങ്ങോട്ട് ഭയങ്കര ഹേനക്കേടും കൂടി. അക്ബർ അതൊക്കെ എൻഡ്യൂർ ചെയ്ത് കുറെ ഏറെ അക്ബറിനിട്ട് മാത്രമായിട്ട് പോയിരുന്നു കേട്ടോ. ഈ 6 പേരും നിന്ന് ടാർഗറ്റ് ചെയ്തിട്ടാണ് അക്ബർ പുറത്തായത്. അത്രയധികം ഫേസ് ചെയ്ത് അത്രയധികം ബെയർ ചെയ്തിട്ടാണ് അക്ബർ അതവിടെ പിടിച്ചോണ്ടിരുന്നത്. സഹനം അത് ഭയങ്കരമായിരുന്നു അക്ബറിന്റെ, പറയാതിരിക്കാൻ പറ്റത്തില്ല. കുറെ സമയം അക്ബർ അത് സഹിച്ചു തന്നെ അവിടെ നിന്നു. ഈ ഏറെ സഹിച്ചു തന്നെ നിന്നു. അനുമോള്, ആദില, നെവിനൊക്കെ അങ്ങ് ചിരിച്ചോണ്ടാണ് എറിയുന്നത്. പിന്നെ അനീഷ് എറിയുന്നില്ല, ഷാനവാസ് എല്ലാവരും എറിയുന്നുണ്ടായിരുന്നു അക്ബറിന് നേരെ. നിങ്ങൾ ടാർഗറ്റ് ഒന്ന് മാറ്റാനൊക്കെ അക്ബർ പറയുന്നുണ്ട്, പക്ഷെ മാറ്റുന്നില്ല. നൂറയ്ക്കാണെന്ന് തോന്നുന്നു ഏറ്റവും കുറവ് ഏറ് കിട്ടിയത്. ആര്യന്റെ എല്ലാ ഭാഗത്തിനിട്ട് കിട്ടുന്നുണ്ട്, ബോഡിയുടെ എല്ലാ ഭാഗത്തിനിട്ട് എയർ കിട്ടുന്നുണ്ട്. ഈ എയർ കിട്ടുന്നു എന്ന് ഞാൻ പറയുന്നത് മറ്റേ ടെന്നീസ് ബോൾ കൊണ്ടുള്ള എയറൊന്നും അല്ലാത്തതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ. സോഫ്റ്റ് ബോളാണ്, അതുകൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല. എയർ കിട്ടിയെന്ന് പറഞ്ഞാൽ അത് ഈ 3-4 എണ്ണം ഈ അടുപ്പിച്ചിങ്ങനെ വരുമ്പോൾ നമ്മുടെ കോൺസെൻട്രേഷൻ പോകും. അതിനായിട്ടാണ് ബിഗ് ബോസ് അങ്ങനെ ഒരു സെറ്റപ്പ് കൊടുത്തിരിക്കുന്നത്. അല്ലാതെ വേറെ വലിയ ഇഞ്ചറി ഉണ്ടാവാൻ പറ്റുന്ന പോലത്തെ അങ്ങനത്തെ ബോളൊന്നും അല്ല. അപ്പോൾ ഹാർഡായിട്ട് എറിഞ്ഞു കഴിഞ്ഞാൽ ഇത്തിരി നമുക്ക് ബോഡിക്ക് ഇത്തിരി വേദന എടുക്കും, നമുക്ക് കോൺസെൻട്രേഷൻ ഫോക്കസ് നഷ്ടപ്പെടും എന്നുള്ളൊരു കാര്യമേ ഉള്ളൂ. അപ്പൊ അങ്ങനെ അക്ബർ ഈ ഒരു ഗെയിമിൽ നിന്നും ഔട്ടായി. അക്ബർ ഔട്ടായപ്പോൾ സത്യം പറഞ്ഞ ഒരു ആശ്വാസം തോന്നി. അക്ബർ അത്രയും കടിച്ചു പിടിച്ചാണ് നിന്നത്, അതുകൊണ്ട് അക്ബർ ഔട്ടായി. ഇനി ആര്യനും നൂറയും മാത്രം ബാക്കി. കണ്ടറിയാം ആരാണ് ജയിക്കാൻ പോകുന്നതെന്ന്. കൂടുതൽ അപ്ഡേറ്റ്സുമായിട്ട് വീണ്ടും കാണാം.